ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹാദി റോക്സ് എവരിബഡി. നമ്മൾ ഇന്ന് മക്ക സ്പെഷ്യൽ മുസംബി ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കില്ലാണ്, പക്ഷെ പുള്ളി ഞാനൊന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പാടുപെടുന്ന മുറിച്ചെടുക്കാനാണ്. നമുക്ക് വയ്യ. നിങ്ങളാണ് മക്കത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോകാൻ കാണുമ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫാമിലീൻ്റെ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് മുറിച്ചെടുക്കുന്ന പരിപാടി തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളുണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഒരു സംഭവം എടുത്ത് ഫസ്റ്റ് ട്രൈ ചെയ്തൊക്കെ വർക്കാവും. നമുക്കൊരില്ല ഗൈസ്, ട്രൈ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാ വീട്ടിലും ഉണ്ടാകുമെന്നറിയാം, പക്ഷേ ഇത് റെഡി ആകുമോ എന്ന് ഗൈസ് വർക്കാവില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്താണ് എന്നെങ്കിലും നോക്കിക്കണ്ട. ഈ ഒരേ ഒരു പാട് മാത്രം വന്നിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് കത്തിനെ യൂസ് ചെയ്യാം. ഗൈസ്, മുറിൻ്റെ ഇടയിൽ വെട്ടുന്നതിൻ്റെ ഇടയിൽ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. കണ്ട, അത് പ്രോബ്ലം ഇല്ല ഗൈസ്. ഞാൻ കട്ടാക്കി വിടുന്നതെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാട്ടോ. മുറിച്ചിട്ടാ കണ്ടോ. തൊലി മുറിക്കാതെ ഒരിക്കലും ഇടരുത്. അത് മാത്രമല്ല, ഇത് ഫുള്ളായിട്ട് വിടാൻ പാടില്ല. ഫുള്ളായിട്ട് ഇനി സാധാ ജ്യൂസാണെങ്കിലും അതേപോലെ ഇടാൻ പാടില്ല. കണ്ടോ, ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാധാ ഇതാണെങ്കിലും ഇടാൻ പാടില്ല. സാധാ ജ്യൂസാണെങ്കിലും ഇത് ഫുള്ളായിട്ട് ഇടാൻ പാടില്ല. ഇനി എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇത് ഫുള്ളായിട്ട് ഇടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കളണ്ടോ? ഞാൻ വിരിക്കും പ്രേതാന്നല്ലേ. ഞാൻ പ്രേതന്നല്ലേ, അറിയില്ല. ഞാൻ ഒന്നും കൂടെ സ്റ്റക്കാക്കുന്നുണ്ട്. തന്നെ ഒരു 2 മുറിക്കാനുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇതേപോലെ 4 പീസാക്കിയിട്ട് എടുത്തിട്ടില്ലേ. മറ്റേ കൈ കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ ഇടുന്നത്. ഇടത്തേക്ക്